നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് ചാലക്കൽ വീട്ടിൽ ബിജുവിന്റെ കൊലപാതകം, 8 പ്രതികളും കുറ്റക്കാരെന്ന് തൃശൂർ 3ാം അഡീഷണൽ ജില്ലാ ആൻഡ് സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ. ശിക്ഷ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ CT ബിജു കൊല്ലപ്പെട്ടത് 2010 മെയ് 16-ന് ബിജുവിനെ കൊലപ്പെടുത്തിയതും സുഹൃത്ത് ജിനീഷിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതും BJP RSS പ്രവർത്തകരാണെന്ന പ്രോസിക്യൂഷൻ. കേസിൽ ആകെ 9 പ്രതികൾ. വിചാരണയ്ക്കിടെ മരണമടഞ്ഞ 6ാം പ്രതിയെ കേസിൽ നിന്ന് ഒഴിവാക്കി. 24 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. 82 രേഖകളും വാളുകളും ഉൾപ്പെടെ 23 തൊണ്ടിമുതലുകളും ഹാജരാക്കി. കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് വടക്കാഞ്ചേരി മുൻ CAയും നിലവിലെ ഗുരുവായൂർ ACPയുമായ TS സിനോജ്. ശിക്ഷ എന്തെന്നറിയാൻ ആകാംക്ഷയോടെ വടക്കാഞ്ചേരി. സംസ്ഥാനത്ത് പെയ്തിറങ്ങുന്നു പെരുമഴ. കാലവർഷം ഇത്തവണ വല്ലാതെ കടുക്കും. കേരളത്തിൽ അടുത്ത 4 മാസം അധിക മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്. പ്രളയ സാധ്യതയും പ്രവചനം. 12 ജില്ലകളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂരിലും അലർട്ട്. കനത്ത മഴയ്ക്കിടെ വാഴാനിപ്പുഴയ്ക്ക് കുറുകെ ഭീമൻ മരം കടപുഴകി വീണു. പുല്ലാനിക്കാട് അക്കരപ്പാടത്താണ് സംഭവം. ജലമൊഴുക്ക് തടസ്സപ്പെടുമോ എന്ന ആശങ്ക. 15 വർഷത്തിനു ശേഷം കുമ്പളങ്ങാട് സ്വദേശി CT ബിജുവിന്റെ കുടുംബത്തിന് നീതി. വിധി കേൾക്കാൻ മകന്റെ വിയോഗത്തിൽ നെഞ്ചുരുകി കഴിഞ്ഞിരുന്ന മാതാവില്ല. ബിജു കൊല്ലപ്പെട്ടത് പുതിയ സ്വപ്നങ്ങളുമായി വിദേശത്തേക്ക് പോകുന്നതിനുള്ള തലേ ദിവസം. കുത്തേറ്റ് വീണത് വീടിന് സമീപമുള്ള വായനശാല പരിസരത്ത്. മെയ് 16 CT ബിജു രക്തസാക്ഷിത്വ ദിനം. സംഘപരിവാർ സംഘടനകൾ തനിക്കെതിരെ തിരിയുന്നതിൽ ഒരു അത്ഭുതവുമില്ലെന്ന് റാപ്പർ വേടൻ. 4 വർഷം മുമ്പുള്ള തന്റെ പാട്ടിനെതിരെയാണ് ഇപ്പോൾ പരാതിയെന്നും വെളിപ്പെടുത്തൽ. സംസാര സ്വാതന്ത്ര്യമുള്ള നാടാണ് കേരളം. ആ ആത്മവിശ്വാസത്തിലാണ് പാട്ടുപാടിയത്. തനിക്കെതിരെയുള്ള ആക്രമണം കുറച്ചു നാളേക്ക് മാത്രം, മടുക്കുമ്പോൾ അവർ നിർത്തുമെന്നും വേടൻ. വടക്കാഞ്ചേരി പത്താങ്കല്ലിൽ തെരുവുനായ ആക്രമണത്തിൽ 7 പേർക്ക് കടിയേറ്റ സംഭവത്തിൽ അതീവ ജാഗ്രതയുമായി ആരോഗ്യ വകുപ്പ്. എല്ലാവർക്കും വാക്സിൻ നൽകും. തുടർച്ചയായ നിരീക്ഷണത്തിനും ധാരണ. ചത്ത നിലയിൽ കണ്ടെത്തിയ തെരുവുനായയ്ക്ക് പേവിഷബാധ പരിശോധന പോസിറ്റീവ്. ഒരാശങ്കയും വേണ്ടെന്ന് അധികൃതർ. കരുവന്നൂർ കേസിൽ ED പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ച ആലത്തൂർ MP K രാധാകൃഷ്ണൻ രാജിവെക്കണമെന്ന ആവശ്യം. ചേലക്കരയിലെ MP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡുകൾ തകർത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകരുടെ ശ്രമം. കനത്ത മഴയെ അവഗണിച്ചും സമരവീര്യം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നേരിയ തോതിൽ ലാത്തിച്ചാർജ്. AICC അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ. മെയ് 31-ന് 10,000-ഓളം ജീവനക്കാർ വിശ്രമ ജീവിതത്തിലേക്ക്. ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ കണ്ടെത്തേണ്ടത് 6,000 കോടി രൂപ. KSEBയിൽ നിന്ന് 1022 പേർ വിരമിക്കും. ജലഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ജലപരിപാലന പദ്ധതിയുമായി വടക്കാഞ്ചേരി നഗരസഭ. കുടിവെള്ളം പൂർണ്ണമായി സംരക്ഷിക്കുക ലക്ഷ്യം. നടപ്പിലാക്കുന്നത് അമൃത് മിത്ര പദ്ധതി. നഗരസഭാ അതിർത്തിയിലെ 9,000 കിണറുകൾ പരിശോധിക്കും. എല്ലാ ഡിവിഷനുകളിലും മഴ മാപിനി സ്ഥാപിക്കും. ഒറ്റക്കുഴി ശൗചാലയമുള്ള വീടുകളിലേക്ക് സെപ്റ്റിക് ടാങ്ക് നൽകുന്നതിനും പദ്ധതി. കോടശ്ശേരിമല ശിവപാർവതി ക്ഷേത്രത്തിൽ ഭക്തി നിർഭര പരിപാടികളോടെ പുനഃപ്രതിഷ്ഠ. ഗിരിപ്രദക്ഷിണത്തിൽ നിരവധി ഭക്തജനങ്ങൾ കണ്ണികളായി. വിശ്വാസ പുണ്യത്തിന്റെ നിമിഷങ്ങളിലൂടെ ഭക്തജന പ്രയാണം. കക്കാട് യദുകൃഷ്ണൻ നമ്പൂതിരി നേതൃത്വം നൽകി. മുളകുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർധന രോഗികൾക്ക് തീരാദുരിതം. സ്കാനിങ്ങിനും റിപ്പോർട്ട് ലഭിക്കാനും വലിയ കാലതാമസം. ആശുപത്രി മുൻ ജീവനക്കാരൻ KN നാരായണൻ മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച പരാതിയിൽ ശക്തമായ നടപടി. അധികൃതർക്കെതിരെ കേസെടുത്ത് കമ്മീഷൻ. ദുരിതത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. ചെറുതുരുത്തി പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം തെരുവുനായ കാറിന് കുറുകെ ചാടി. നിയന്ത്രണം വിട്ട കാർ റോഡിൽ തലകീഴായി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാർ ഭാഗികമായി തകർന്നു. അരൂരിൽ റെയിൽപാളത്തിലേക്ക് മരം മറിഞ്ഞു വീണു. ആലപ്പുഴ എറണാകുളം റൂട്ടിൽ ഗതാഗത സ്തംഭനം.